നമുക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായേക്കാം. ചെറുതും വലുതുമായി, ആണും പെണ്ണുമായി, കുടുംബത്തിന്റെ അകത്തും പുറത്തുമുള്ളവരായി ഒരുപാട് ശത്രുക്കൾ നമുക്ക് ഉണ്ടായേക്കാം. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, ശത്രുവിന്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ശത്രു ആ ഒരു ശത്രുതയിൽ നിന്ന്, ആ അക്രമത്തിൽ നിന്ന്, ആ ഒരു ഭീഷണിയിൽ നിന്ന്, ആ ഒരു ഉപദ്രവത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരിശുദ്ധമായ ആത്മീയ ചികിത്സാ രംഗത്ത് നമുക്ക് ഒരുപാട് പരിഹാര മാർഗങ്ങൾ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് രണ്ട് വിഷയങ്ങൾ ഈ മഹത്തായ മജ്ലിസിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും ഇൻഷാ അല്ലാഹ് മജ്ലിസ് മുഴുവനായി നമ്മൾ കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അജ്മഈൻ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും ബറക്കത്തും നൽകട്ടെ. ദുആ വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ ളാലിമീങ്ങളുടെ ളുൽമിൽ നിന്നും, ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്നും, സാഹിരീങ്ങളുടെ സിഹറിൽ നിന്നും, ആയിനീങ്ങളുടെ ഐനിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ മനുഷ്യരാണ്. എന്താ മനുഷ്യന്റെ പ്രത്യേകത? മനുഷ്യന്മാരിൽ പാപങ്ങൾ സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ്. മനുഷ്യ സഹജമായി പാപങ്ങൾ സംഭവിച്ചു പോയി എന്ന് നമ്മൾ പറയാറില്ലേ? മനുഷ്യന്റെ ഒരു സഹജമാണ് പാപങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാരായ മനുഷ്യർക്ക് ഇസ്മത്ത് നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക്, നബിമാർക്ക്, മലക്കുകൾക്ക് അല്ലാഹു ഇസ്മത്ത് നൽകി, പാപസുരക്ഷിതത്വം. അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കൂല, എന്നാൽ സാധാരണക്കാരായ നമ്മിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. എന്തിനാ തൗബ ചെയ്യുന്നത്? പാപങ്ങൾ സംഭവിക്കുമ്പോഴല്ലേ തൗബ ചെയ്യുക. പാപങ്ങൾ സംഭവിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്, മനുഷ്യരാകുന്ന നമ്മിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചതിന്റെ പേരിൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന, നമ്മെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, നമ്മെ ഉപദ്രവിക്കുന്ന ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ടായേക്കാം. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നമ്മെ വെറുതെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ വെറുതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ വെറുതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശത്രുക്കൾ ഉണ്ടായേക്കാം. ശത്രുക്കളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭീഷണിപ്പെടുത്തുന്നവരുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒറ്റിക്കൊടുക്കുന്നവരുടെ ഒറ്റിക്കൊടുക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മുടെ ന്യൂനതകളിൽ പുറത്ത് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകളുടെ ആ ഒരു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പല വിധത്തിലാണ് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റിന്റെ പേരിൽ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ പലരും പലപ്പോഴും ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ വളരെ കൃത്യമായി ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്, പരിചയപ്പെടുന്നത്. പരിഹാര മാർഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി, അല്ലെങ്കിൽ ചാറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തു പോയി, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച്, അതിന്റെ വീഡിയോ റെക്കോർഡ് എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഫോട്ടോസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു പോയി, ആ ഫോട്ടോസുകൾ സേവ് ചെയ്തു വെച്ച്, നീ എനിക്ക് വഴങ്ങിയിട്ടില്ല എങ്കിൽ, ഞാൻ പറയുന്ന കാര്യം നീ ചെയ്തിട്ടില്ല എങ്കിൽ, എനിക്ക് ഇത്ര രൂപ തന്നിട്ടില്ല എങ്കിൽ, ഞാൻ ഈ വിഷയം പബ്ലിക്കിൽ പറയും, ഞാൻ ഈ വിഷയം പരസ്യപ്പെടുത്തും, ഞാൻ ഈ വിഷയം നിന്റെ കുടുംബത്തിൽ പറയും എന്ന് പറഞ്ഞ് പണം തട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അറിയാൻ പാടില്ലാത്ത നമ്മുടെ ഒരു ന്യൂനത മുമ്പെങ്ങാനോ സംഭവിച്ചതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു ന്യൂനത ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട് പറയും എന്ന് പറഞ്ഞ് നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ശത്രുക്കൾ നമുക്കുണ്ടായേക്കാം. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ആ ജോലിയിൽ എന്തെങ്കിലും ഒരു അപരാധം നമുക്ക് ചെയ്യേണ്ടി വന്നു.
അത് മുതലാളിയോട് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സഹപ്രവർത്തകരുണ്ടാകും. മുതലാളി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ, മേലുദ്യോഗസ്ഥനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി വരെ നഷ്ടപ്പെട്ടു പോകുന്ന, അങ്ങനെ ബേജാറായി പ്രയാസപ്പെട്ട് ഭീഷണിക്ക് മുമ്പിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ടാകും. അതുപോലെ കല്യാണം മുടക്കികളുണ്ടാകും. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ന്യൂനതകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു ന്യൂനതയാണെങ്കിൽ പോലും അത് പർവ്വതീകരിച്ച് പറഞ്ഞ്, ഏതെങ്കിലും ഒരു ദിവസം ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ആള് കണ്ടു, അവന് ഒരു പയ്യൻ സിഗരറ്റ് വലിക്കുന്നത് ഒരു പ്രായമുള്ള ആള് കണ്ടു. ആ പയ്യന് വേണ്ടിയിട്ട് കല്യാണാലോചന നടത്തുമ്പോൾ അവന് സിഗരറ്റൊക്കെ വലിച്ച് നടക്കാറുള്ള ആളാണ്. ഇങ്ങനെ ന്യൂനതകൾ പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളതോ ഇല്ലാത്തതോ ആയ വിഷയങ്ങൾ പറഞ്ഞ് കല്യാണം മുടക്കികളാകുന്ന ശത്രുക്കൾ, അങ്ങനെയും ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം. കച്ചവടം മുടക്കികളുണ്ട്. പ്രത്യേകിച്ച് സ്ഥല കച്ചവടം ഏകദേശം റെഡിയായി നിൽക്കുന്ന സമയത്തായിരിക്കും ഇവൻ ചെന്നിട്ട് മുടക്കുക. ആ സ്ഥലം മേടിക്കല്ലോ, അത് പല ആളുകളും നോക്കിയിട്ട് പോയതാണ്. അവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, മുമ്പ് അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടുകാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഉള്ളതോ ഇല്ലാത്തതോ ആയ വിഷയങ്ങൾ പറഞ്ഞ് മുടക്കുന്ന ശത്രുക്കൾ. ഇങ്ങനെ ശത്രുക്കളെ നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ, ശത്രുക്കളുടെ വിഷയം വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും. ഒരുപാട് ശത്രുക്കൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ശത്രുക്കൾ ഉണ്ടാകാം, കുടുംബത്തിന്റെ പുറത്തുണ്ടാകാം, അയൽവാസികളിൽ, സഹപ്രവർത്തകരിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ, ഇങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ വലിയ പ്രശ്നക്കാരും ചെറിയ പ്രശ്നക്കാരുമായ ഒരുപാട് ശത്രുക്കൾ മനുഷ്യരാകുന്ന നമുക്ക് ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള ശത്രുക്കളുടെ ശത്രുത അവസാനിക്കാൻ, അവരുടെ മനസ്സൊന്ന് നന്നായി കിട്ടാൻ, അവർക്ക് എന്നോടൊരു സ്നേഹം വരാൻ, എന്റെ ന്യൂനതകൾ പുറത്തു പറയുന്നതിൽ നിന്നൊന്ന് പിന്തിരിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാനുണ്ട്. ഓരോ വ്യക്തികൾക്കനുസരിച്ച്, ഓരോ വ്യക്തികളുടെയും ശത്രുതക്കനുസരിച്ചൊക്കെ വ്യത്യസ്തമായ മാർഗങ്ങൾ, പരിഹാര മാർഗങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് രണ്ട് വിഷയങ്ങൾ, ഒരു സൂറത്തും ഒരു ഇസ്മും, ഇൻഷാ അല്ലാഹ് ശത്രുദോഷം മാറാൻ വേണ്ടി, ശത്രുക്കളുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ള അമല് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ശത്രുക്കൾ നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. എന്തിനാ ശത്രുക്കൾ നശിക്കുന്നത്? റസൂലുള്ളാഹിക്ക് എത്രയോ ശത്രുക്കൾ ഉണ്ടായിരുന്നല്ലോ. ശത്രു നശിക്കണമെന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചിട്ടില്ല. ശത്രു നശിക്കണ്ട, ശത്രുവിന്റെ ആ ഉപദ്രവം, അതിൽ നിന്ന് അയാൾ പിന്തിരിഞ്ഞു പോയാൽ മതി, ശത്രുവിന്റെ ശത്രുത മാറിക്കിട്ടിയാൽ മതി എന്നാണ് യഥാർത്ഥ വിശ്വാസി ചിന്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ശത്രുവിന്റെ ശത്രുത നീങ്ങിക്കിട്ടാൻ. ഒന്നാമതായി മനസ്സ് മാറിക്കിട്ടാൻ, മനസ്സ് നന്നായി കിട്ടാനുള്ള ഒരു സൂറത്താണ്. നമ്മുടെ ശത്രുവിന്റെ മനസ്സൊന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൂറത്ത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. സദഖല്ലാഹുൽ അലീം. ഈ സൂറത്ത് എല്ലാ ഫർദ് നമസ്കാര ശേഷവും 5 നേരം നമ്മൾ നമസ്കരിക്കണം. ആ നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരത്തിന് ശേഷം 17 പ്രാവശ്യം നമ്മൾ ചൊല്ലി വരുന്ന ഒരു സ്വഭാവം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുവിന്റെ മനസ്സിൽ നമ്മോടൊരു റഹ്മത്ത് വരും, നമ്മോടൊരു കാരുണ്യം വരും. ആ ശത്രുത നശിച്ചു പോകാൻ കാരണമാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു അത്ഭുതകരമായ ഇസ്മാണ്. ആ ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്: സബ്ബൂഹുൻ ഖുദ്ദൂസ്, സബ്ബൂഹുൻ ഖുദ്ദൂസ് എന്നാണ് ചൊല്ലേണ്ടത്. അത് നമ്മൾ മാക്സിമം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവേ, എനിക്ക് ഇങ്ങനൊരു ശത്രുവുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുണ്ട്, എൻ്റെ കുടുംബത്തിൽ തന്നെ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അയാളുടെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ, അവൻ്റെ ശത്രുത ഒന്ന് മാറിക്കിട്ടാൻ, അവളുടെ ഉപദ്രവത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷ ലഭിക്കാൻ എന്നുള്ള നിയ്യത്തോടെ സബ്ബൂഹുൻ ഖുദ്ദൂസ് എന്ന് നമ്മൾ മാക്സിമം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ
നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുക. അങ്ങനെ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അക്രമിയുടെ അക്രമത്തിൽ നിന്ന് അക്രമി പിന്മാറും, ആ ശത്രുത അവസാനിച്ച് കിട്ടാൻ സഹായിക്കും എന്ന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും, എല്ലാ അക്രമികളുടെ അക്രമത്തിൽ നിന്നും, എല്ലാ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.